ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ എല്ലാവരും ഇന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് രക്ഷിതാക്കളുടെ അടുത്തുനിന്ന്, അധ്യാപകരുടെ അടുത്തുനിന്ന്, പൊതുസമൂഹത്തിൻ്റെ അടുത്തുനിന്നൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം ഉപയോഗം തിരിച്ചറിയുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഡിജിറ്റൽ മീഡിയയിലാവുന്ന സമയത്ത് എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട്, എന്താണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ബോധവാന്മാരാവാറില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ ഉപയോഗം തിരിച്ചറിയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഫോണിൽ തന്നെയുള്ള അലാം ഉപയോഗിച്ചിട്ടോ മറ്റ് സാധ്യതകളോ ഉപയോഗിച്ചിട്ടോ ടൈം സെറ്റ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അങ്ങനെ ഉപയോഗിക്കുന്നവരിൽ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നു. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുക എന്നുള്ളതാണ്. വായന, ശാരീരിക വ്യായാമങ്ങൾ, മറ്റ് ഹോബികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുക. അതിന് ഒരു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സമയക്രമം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി തിരിയുകയാണെങ്കിൽ ഇതിൻ്റെ ഉപയോഗം ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. പല പുതിയ കാര്യങ്ങളെ പോലെ തന്നെ ഇതും ആളുകൾക്ക് ക്രമേണ രക്ഷപ്പെടാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്.